എല്ലാ പ്രിയപ്പെട്ട സോളുകൾക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ട്വിൻ ഫ്ലെയിം ജേർണി വേഴ്സസ് മൈഗ്രേറ്ററി ബേർഡ്സ്. എവിടെയും ഇങ്ങനെ ഒരു കമ്പാരിസൺ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ട്വിൻ ഫ്ലെയിം ജേർണിനെയും മൈഗ്രേറ്ററി ബേർഡ്സിനെയും ഞാനൊന്ന് കമ്പയർ ചെയ്യുകയാണ്, അതിലുള്ള സിമിലാരിറ്റീസിനെ കുറിച്ച് പറഞ്ഞുതരാൻ വേണ്ടി. നമ്മളെല്ലാവരും ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ആ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത് നമ്മൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഹീലേഴ്സിൻ്റെ അടുത്ത് പോകും, അല്ലെങ്കിൽ കൗൺസിലേഴ്സിൻ്റെ അടുത്ത് പോകും. അവർ നമുക്ക് ഒരുപാട് ഇന്നർ വർക്ക്സ് പറഞ്ഞു തരും, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. അപ്പോൾ നമ്മൾ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. പലതും പലർക്കും വർക്കൗട്ട് ആവാത്തൊരവസ്ഥ വരും, നമ്മൾ ഫെഡപ്പ് ആവുന്ന ഒരു അവസ്ഥ വരും. അതായത് നമുക്കൊരു കൺസിസ്റ്റൻസി ഇല്ല എന്ന് പലരും ട്വിൻ ഫ്ലെയിം ജേർണിയിൽ പറയുന്ന കംപ്ലൈൻ്റ് ആണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ കൺസിസ്റ്റൻസി ഇല്ലായ്മ തോന്നുന്നത് എന്ന് എപ്പോഴേലും ആലോചിച്ചിട്ടുണ്ടോ? അതിൻ്റെ ഒരു റീസണാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. നമ്മൾ ഈ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ വന്ന, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ഒരു ജേർണി, നമ്മൾ പോയിൻ്റ് എ ടു പോയിൻ്റ് ബി പോകുമെന്ന് വിചാരിക്കാം. നമുക്ക് രണ്ട് തരത്തിൽ പോകാം ഇന്നത്തെ ആധുനിക കാലത്ത്. ഒന്ന് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന പോലെ ഗൂഗിൾ മാപ്പോ അല്ലെങ്കിൽ ആപ്പിൾ മാപ്പോ, ഇങ്ങനെ ഏതൊരു മാപ്പ് സർവീസും നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അയാൾക്ക് അത് ഏത് കാണുന്ന സിനിമയിൽ ലാലേട്ടൻ പറഞ്ഞ പോലെ ചോദിച്ച് പോകാം. ഗൂഗിൾ മാപ്പ്, ആപ്പിൾ മാപ്പൊക്കെ യൂസ് ചെയ്യുമ്പം നമ്മൾ ചെയ്യുന്നത് ആ ഒരു വോയിസ് അസിസ്റ്റൻറ്റ് പറയുന്നത് പോലെ, ലൈക്ക് 100 മീറ്റർ കഴിഞ്ഞാൽ റൈറ്റ് എടുക്കുക, അഗൈൻ 350 മീറ്റർ കഴിഞ്ഞാൽ ലെഫ്റ്റ് എടുക്കുക, അങ്ങനെ നമ്മൾ പോകും. അത് നമ്മൾ ഈ ഒരു എന്താ പറയുക, ഹീലേഴ്സും അവരൊക്കെ പറഞ്ഞു തരുന്ന പോലെ, അവർ പറയുന്നത് തരുന്ന തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആ ഒരു പാത്തിൽ അവർ പറയുന്നത് പോലെ ഇന്നർ വർക്ക് ചെയ്ത് നമ്മൾ പോകുമ്പം നമ്മൾ ഫെഡപ്പ് ആവും. ബിക്കോസ് നമുക്ക് ആ പോകുന്ന വഴിയിലെ കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റില്ല, നമുക്ക് ചുറ്റുമുള്ളതൊന്നും നമ്മൾ കാണാൻ പറ്റില്ല. നമ്മൾ ആകെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഈ 100 മീറ്റർ കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിയണം അങ്ങോട്ട് തിരിയണം എന്നുള്ള ആ വോയിസ് അസിസ്റ്റൻറ്റിൻ്റെ മെസ്സേജിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അവർ പറയുന്നത് പോലെ ലൈക്ക് രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കണം, നമ്മൾ ഇത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അത് കഴിഞ്ഞ് നമ്മൾ അത് ചെയ്യണം, ഇത് ചെയ്യണം. സോ ഒരു ടൈം ടേബിൾ പോലെയായി നമ്മുടെ ജീവിതം. എപ്പോഴേലും നമ്മളൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് പഠിത്തം നമ്മൾ ഭയങ്കര വെറുത്തവരാണ്. പലർക്കും പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഒരു ഫിക്സഡ് ടൈം ടേബിൾ ആയിരുന്നു. ഇന്ന് ഇത് പഠിക്കണം, ഇന്ന് അത് പഠിക്കണം. പക്ഷെ നേരെ മറിച്ച് നഴ്സറി സ്കൂളിൽ പോകുന്ന കുട്ടികൾ, അല്ലെങ്കിൽ പ്ലേ സ്കൂളിൽ പോകുന്ന കുട്ടികൾ, അവർക്ക് ടൈം ടേബിൾ ഇല്ല, അവർ എൻജോയ് ചെയ്ത് സ്കൂളിൽ പോകുന്നു. അതുപോലെ ആവണം ഈ ട്വിൻ ഫ്ലെയിം ജേർണി. നമ്മൾ ഗൂഗിൾ മാപ്പ് അല്ലെങ്കിൽ ആപ്പിൾ മാപ്പ് ഇട്ട് വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എല്ലാ മനുഷ്യൻ്റെയും അല്ലെങ്കിൽ ഓരോ ഡ്രൈവറിൻ്റെയും ഡ്രൈവിംഗ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ആ ഒരു ജേർണി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഇന്നർ വർക്ക്. എല്ലാവരുടെയും വണ്ടി ഓടിക്കുമ്പോൾ ഡ്രൈവിംഗ് സ്റ്റൈൽ ഡിഫറെൻ്റ് എന്ന് പോലെ അവർ സ്റ്റിയറിംഗ് ഹോൾഡ് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആയിരിക്കാം, ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ ഗിയർ നോബ് ഹോൾഡ് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആയിരിക്കാം, അവരുടെ സീറ്റ് പൊസിഷൻ ഡിഫറെൻ്റ് ആയിരിക്കാം, അവർ മിറർ സെറ്റ് ചെയ്തിരിക്കുന്ന പൊസിഷൻ ഡിഫറെൻ്റ് ആയിരിക്കാം, ഒരു മ്യൂസിക്കിൻ്റെ വോളിയം ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ ഡ്രൈവേഴ്സിൻ്റെ കംഫർട്ടാണത്. അതുപോലെയാണ് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഇന്നർ വർക്ക് എന്ന് പറയുന്നത്. അത് നമ്മുടെ സോള് നമുക്ക് പറഞ്ഞു തരും. അതല്ലാതെ ഒരു ദിവസം നമ്മുടെ സോള് പറയുന്നത് എനിക്ക് ഉറങ്ങണം, അപ്പോൾ എൻ്റെ മൈൻഡിൽ വരും ഇല്ലല്ല, ആ ഹീലർ പറഞ്ഞിട്ടുണ്ട് 4 മണിക്ക് എഴുന്നേറ്റ് അത് ചെയ്യണം ഇത് ചെയ്യണം. സോ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫെഡപ്പ് ആവും. നമുക്കത് കൺസിസ്റ്റൻസിയിൽ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സോളിന് വേണ്ടത് ഫ്രീഡമാണ്. നമ്മുടെ സോളിന് വേണ്ടത് നമ്മുടെ സോളിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതാണ് ആക്ച്വലി ഇന്നർ വർക്ക്. നമ്മുടെ സോൾ ഇന്ന് പറയുന്നു വേണ്ട, ഇന്ന് എഴുന്നേൽക്കേണ്ട, എനിക്കൊരു 8 മണി വരെ കിടന്നുറങ്ങിക്കോ. എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് എൻ്റെ സോള് പറയുന്നു ഓക്കെ, റൂമൊക്കെ ഒന്ന് വൃത്തികേടായി കിടക്കുകയാണല്ലോ, ഒന്ന് അടുക്കി പൊറുക്കി വെക്കാം. അതാണ് എൻ്റെ ഇന്നർ വർക്ക്. കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കാൻ എൻ്റെ സോള് പറയുന്നു, അതാണ് എൻ്റെ ഇന്നർ വർക്ക്. നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കൂ, ഹാപ്പിനെസ് വരും, സന്തോഷം വരും. നമ്മൾ ഹാപ്പി ആവുന്നതിനനുസരിച്ച് നമ്മുടെ എനർജി ഫീൽഡിലും ചേഞ്ചസ് വരും. നമ്മൾ എനർജി ഫീൽഡിൽ ചേഞ്ചസ് വരണം, അല്ലെങ്കിൽ നമ്മുടെ ചക്രാസ് ആക്ടിവേറ്റ് ആവണം, നമ്മുടെ ഓറ ക്ലെൻസ് ആവണം എന്ന് ഇൻറ്റൻഷൻ വെച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ജേർണി ഡിഫിക്കൽട്ട് ആവുന്നത്. നമ്മൾ ഈ ആപ്പിൾ മാപ്പും ഗൂഗിൾ മാപ്പും ഒന്നും ഇടാതെ, ഹീലേഴ്സിൻ്റെ ഗൈഡൻസ് ഒന്നും എടുക്കാതെ, നമ്മുടെ സ്വന്തം ഗൈഡൻസിനനുസരിച്ച് ഈ ജേർണിയിൽ മുന്നോട്ട് പോയി നോക്കി, പോകുന്ന വഴിയിൽ ഇഷ്ടംപോലെ ആൾക്കാരെ കാണാൻ പറ്റും. ആ ആൾക്കാർ നമുക്ക് വഴി പറഞ്ഞു തരും. ആ ആൾക്കാരെന്ന് പറയുന്നത് നമ്മളെ പരമപിതാവായ അദ്ദേഹം അയക്കുന്ന മെസ്സഞ്ചേഴ്സാണ്. അവരെ നമുക്ക് വഴി കാണിച്ചു തരും. സൈൻ ബോർഡ്സ് ഉണ്ടാവും, സൈൻ ബോർഡ് നോക്കി നമുക്ക് മുന്നോട്ട് പോവാം. ചിലപ്പോൾ വഴി തെറ്റുമായിരിക്കും, വഴി തിരിച്ചു വരേണ്ട ഓപ്ഷനുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരുപാട് തവണ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ന്യൂസിൽ, ആപ്പിൾ മാപ്പൊക്കെ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് പോയിട്ട് കാർ കിണറ്റിൽ വീണു, കാർ വീടിൻ്റെ മുകളിൽ വീണു എന്ന് വരെ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ ഈ ആപ്പിൾ മാപ്പിനും ഗൂഗിൾ മാപ്പിനും ഒക്കെ വഴി തെറ്റാം. പക്ഷേ വഴി തെറ്റാത്തതായിട്ട് ഒന്നുണ്ട്, നമ്മുടെ ഉള്ളിൽ സോള്. അതുകൊണ്ടാണ് ഞാൻ ട്വിൻ ഫ്ലെയിം ജേർണിനെ മൈഗ്രേറ്ററി ബേർഡ്സുമായിട്ട് കമ്പയർ ചെയ്തത്. മൈഗ്രേറ്ററി ബേർഡ്സ് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ട്രാവൽ ചെയ്യും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്. അവർക്ക് ഈ മാപ്പോ ഒന്നുമില്ല. അതുപോലെ തിരിച്ചവരെത്തുകയും ചെയ്യും അവരുടെ വീട്ടിലേക്ക്. നമ്മുടെ സോള് പറയുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് നോക്കി നമുക്ക് നമ്മുടെ ഹോമിലെത്താൻ പറ്റും. ഹാപ്പി ആയിട്ട് നമുക്ക് നമ്മുടെ ഹോമിലെത്താൻ പറ്റും. ആരാണ് നമ്മുടെ ഹോം?
നമ്മുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട്. തൽക്കാലം നിങ്ങൾ ഈ പറയുന്ന ഹീലേഴ്സിൻ്റെ അവരുടെ വീഡിയോസോ അവരുടെ ഇന്നർ വർക്ക് സീരീസോ എല്ലാം മറന്നേക്ക്. ഒരാഴ്ചത്തേക്ക് ഞാൻ പറയുന്നത് പോലെ നിങ്ങളെ മൈൻഡ് എന്താണോ നിങ്ങളോട് പറയുന്നത്. ഇന്ന് നിങ്ങളോട് ഉറങ്ങാൻ പറയുന്നുണ്ടെങ്കിൽ ഉറങ്ങിക്കോ. അല്ല, ഇന്ന് നിങ്ങളോട് നടക്കാനാണ് പറയുന്നുണ്ടെങ്കിൽ നടക്കാൻ പൊക്കോ. അല്ല, വേറെ എന്തെങ്കിലും ചെയ്യാൻ പറയുന്നുണ്ട് വേറെ എന്തെങ്കിലും ചെയ്തു. അങ്ങനെ ഒരാഴ്ച ചെയ്ത് നോക്കി, ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. ഈ ഒരു സിലബസ് ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഇത് ചെയ്താൽ മാത്രമേ എനിക്ക് ഇതാവുള്ളൂ ആ ഒരു രീതിയിലുള്ള വിശ്വാസം മാറ്റി വെച്ചിട്ട് ഞാൻ എൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടി എന്ത് ചെയ്താലും അതെൻ്റെ ട്വിൻ ഫ്ലെയിം ജേണി അല്ലെങ്കിൽ എൻ്റെ സ്പിരിച്വൽ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യും എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചിട്ട് ചെയ്തു നോക്കിയേ. മാറ്റം ഉണ്ടാവും, ഒരുപാട് മാറ്റം ഉണ്ടാവും. ചില യൂട്യൂബേഴ്സിൻ്റെ വീഡിയോൻ്റെ ഇടയിൽ ഞാൻ കമൻറ്റ് കണ്ടു, എനിക്ക് ബാക്ക് പെയിൻ്റെ പ്രോബ്ലം ഉണ്ട്, അപ്പോൾ ഞാനെങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുക. അത് നമ്മുടെ ഉള്ളിൽ സബ് കോൺഷ്യസ് മൈൻഡിലെ തോട്ടാണ്. മെഡിറ്റേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് ട്വിൻ ഫ്ലെയിം ജേണിയിൽ മുന്നോട്ട് പോകാൻ പറ്റൂ. അങ്ങനെയൊന്നുമില്ല. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിനെ ഫോക്കസ് ആക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. നിങ്ങളെ മൈൻഡിനെ ഫോക്കസ് ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇരുന്നിട്ട് തന്നെ മെഡിറ്റേഷൻ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഏത് രീതിയിലും മെഡിറ്റേഷൻ ചെയ്യാം. ചില ആൾക്കാർ പറയുന്നു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടാകുന്നു. നിങ്ങൾക്ക് കംഫർട്ടബിളായ കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾക്കുള്ള ഈ പേടിയും വെച്ചിട്ട് ഓരോ ഇത് ചെയ്താലും അതൊന്നും ഒരിക്കലും അതിനെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. നമ്മുടെ സോള് കാണിച്ചു തരുന്ന വഴികളിലൂടെ നമ്മളെ സോള് നമ്മളോട് പറയും, നീ ഇന്ന് ഇത് ചെയ്യണം അല്ലെങ്കിൽ നാളെ ഇത് ചെയ്യണം. ആ രീതിയിൽ സോളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും. ഓക്കെ, ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ അല്ലെങ്കിൽ സ്പിരിച്വൽ പാത്തിലാണെങ്കിൽ സോൾമേറ്റ് ആണെങ്കിൽ കാർമിക് ആണെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, ലെറ്റ് ദാറ്റ് പേഴ്സൺ ബി ദർ. ആ പേഴ്സണെയും അല്ലെങ്കിൽ ഈ ജേർണിനെയും ഒക്കെ ആ പരമാത്മാവിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളുകൊണ്ട് മുന്നോട്ട് പോകണം. എപ്പോഴും ആ ലൂപ്പിൽ തന്നെ ഇരുന്നാൽ നമ്മൾ എപ്പോഴും ആ ലൂപ്പിൽ തന്നെ ആയിപ്പോകത്തേ ഉള്ളൂ. ഇന്ന് ഫുൾ മൂൺ കൂടിയാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടിത് പറഞ്ഞു തരുന്നത്. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം. ബാക്കിയൊക്കെ ആ പരമാത്മാവ് എന്താണോ വിധിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് വരും. നമ്മളെ കൊണ്ട് ഒരിക്കലും ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ സോൾ എന്താണോ പറയുന്നത്, സോൾ എന്ത് ചെയ്യാനാണോ പറയുന്നത്, സോളിനറിയാം നമ്മൾ എങ്ങനെ ഹാപ്പി ആക്കണമെന്ന്. നിങ്ങളെ ഹാപ്പി ആക്കാൻ വേണ്ടി നിങ്ങളെ യൂട്യൂബ് വീഡിയോസ് കാണുമോ അല്ലെങ്കിൽ ഇന്നർ വർക്ക് കോഴ്സസ് അറ്റൻഡ് ചെയ്യുകയോ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുകയോ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ സോള് പറയുന്നതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. അതാണ് മൈഗ്രേറ്ററി ബേർഡ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഏറ്റവും വലിയ പാഠം. നിങ്ങളെ സോളിനറിയാം നിങ്ങളുടെ ഹോമിലോട്ടുള്ള വഴി. പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? അവരെ മാതൃകയാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ സക്സീഡ് ആവും. ഞാനും ഈ ഒരു ഹീലിംഗ് അങ്ങനെ കൗൺസിലിംഗ് ഒക്കെ എടുത്ത് ഒരുപാട് ബുദ്ധിമുട്ടിയ ആളാണ്. പിന്നെ തിരിച്ചറിവ് വന്നപ്പോഴാണ് ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ആ ലൂപ്പിൽ തന്നെ പെടാൻ പാടില്ല. ആ ലൂപ്പിൽ നിന്ന് നമ്മൾ എന്ന് പുറത്ത് കിടക്കുന്നോ നമ്മുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവും. നമ്മളെ ഹാപ്പി ആക്കാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്നർ വർക്ക്. എപ്പോഴും ഓർക്കുക, ഓരോ ഡ്രൈവേഴ്സിൻ്റെയും ഡ്രൈവിംഗ് സ്റ്റൈലും ഡിഫറെൻ്റ് ആണ്. അതുപോലെ എല്ലാ പേഴ്സൻ്റെയും ഇന്നർ വർക്കും ഡിഫറെൻ്റ് ആണ്. നിങ്ങളെ ഹാപ്പിയാക്കാൻ എന്താണോ ചെയ്യുന്നത് അതാണ് ഇന്നർ വർക്ക്. ആ വിശ്വാസത്തിൽ നിങ്ങളെ ഹാപ്പിയാക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. കൊച്ചു കാര്യങ്ങളിൽ ഹാപ്പിനെസ് കണ്ടെത്തുക. സ്വന്തം സോൾ ഗൈഡ് ചെയ്യുന്ന പാത്തിലോട്ട് മുന്നോട്ട് പോവുക. നിങ്ങളെ സഹായിക്കാൻ ആ പാത്തിൽ നിങ്ങൾക്ക് സൈൻ ബോർഡ് കാണിച്ചു തരാൻ അല്ലെങ്കിൽ ഇടത്തോട്ട് പോകണം വലത്തോട്ട് പോകണം എന്ന് പറഞ്ഞു തരാൻ ആ പരമാത്മാവ് ആരെയും അയക്കും. ആ അയക്കുന്ന ആൾക്കാരിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ഇത്രയും ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പറ്റുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസുമായിട്ട് ഞാൻ വരാം. താങ്ക് യു.